أتعلم في حاسوبي لغتي العربية، فيه أحلى دروسي بأساليب ذكية. أتعلم في حاسوبي لغتي العربية، فيه أحلى دروسي بأساليب ذكية. شكرا يا من أهداني أحلى هدية، ما أروعها ما أحلاها لغتي العربية. شكرا يا من أهداني أحلى هدية، ما أروعها ما أحلاها لغتي العربية. أتعلم في حاسوبي لغتي العربية، فيه أحلى الدروس بأساليب ذكية. فتح ضم ثم الجر أحلى الحركات. السلام عليكم. Good morning, മക്കളെ. ഈ ഒരു വാക്ക് മാത്രമേ എനിക്ക് അറബിക്ക് അറിയുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, സാറ് ഇന്നത്തെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക അറബി ദിനമാണ്. അപ്പോൾ ഡിസംബർ ദിനം ഇന്നല്ല, ഡിസംബർ 18-നാണ്. പക്ഷെ നമുക്ക് എക്സാം ആയതുകൊണ്ട് ഈ ഒരു ദിനം ആചരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് ആചരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഷയുടെ വളർച്ചയും ഇതിന്റെ പുരോഗതിയും മഹത്വവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ 6 ഒഫീഷ്യൽ ലാംഗ്വേജിലൊന്നായ അറബിക്കിന് ഇതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ അതില് ഈ ഭാഷ സംസാരിക്കുന്ന, അറബിക് സംസാരിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ ദിനത്തിൽ ആശംസകൾ അറിയിക്കുന്നു. വേറെ ഒരു കാര്യം കൂടിയാണ് നമുക്ക് أيها المدرسون الكرام والمدرسات وطلابي الأعزاء ومساعدنا بالمدرسة سرسولي بيتشار وششيرا سار وكل منا نحن نقوم أمامهم في اليوم هذا بمناسبة اليوم العالمي للغة العربية، وذلك 18 من ديسمبر في كل سنة. نحن نعتز باللغة العربية، نحن نتعلم اللغة العربية في هذه المدارس GMM GHS موينس، وكذلك في مقاطعة بالكاد وفي ولاية حيران وفي الهند كله اللغة العربية سادية. وكذلك نحن نستطيع أن نصل الوظائف الكثيرة في العالم كله، في الجرائد، في السفارة والمدارس وهكذا. പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പോഴാണ് നിങ്ങളുടെ അറ്റൻഷൻ മുഴുവനായിട്ട് എനിക്ക് കിട്ടിയത്. കാര്യം ഇന്ന് ഇങ്ങനെ ഒരു അസംബ്ലി ഇവിടെ ഉണ്ടായതിന്റെ കാരണം ലോക അറബി ഭാഷാ ദിനം എന്ന ഒരു ഡേ സെലിബ്രേഷൻ UN-ന്റെ നേതൃത്വത്തിൽ ഡിസംബർ 18 നടക്കുകയാണ്. അന്ന് നമ്മുടെ പരീക്ഷയായതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ ഇന്ന് തന്നെ 6-ാം തീയതി തന്നെ നടത്തുന്നത്. നമുക്കറിയാം, അറബി ഭാഷ എന്ന് പറയുന്നത് വളരെ ആശയ സമ്പുഷ്ടതയും അതുപോലെ തന്നെ കണ്ടന്റുമൊക്കെയുള്ള ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള വിനിമയങ്ങൾ ലോകത്ത് നടന്നിട്ടുള്ള ഒരു ഭാഷയാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മൈതാനത്തിലാണ്. മൈതാനം എന്നത് മലയാളം പോലെ ഉപയോഗിക്കുന്ന ഒരു അറബി വാക്കാണ്. നമ്മൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലെ ഹാജർ എടുക്കും.
കൊണ്ടാണ് നമ്മുടെ പഠനം ആരംഭിക്കുക. ഹാജർ എന്ന് പറയുന്നതും അറബി ഭാഷയാണ്. കരാർ എഴുതുമ്പോഴും നമ്മൾ ഓർക്കും കരാറ് അറബി ഭാഷയാണ്. അങ്ങനെ തുടങ്ങി നമ്മൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒത്തിരി വാക്കുകൾ അറബി ആയിട്ട് മലയാളം പോലെ ഉപയോഗിക്കുന്നതായിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ രണ്ടു മൂന്നെണ്ണം ഞാൻ സൂചിപ്പിക്കാൻ. ഹൽവ, ഹൽവ എന്ന് പറയുന്നത് സ്വീറ്റ്സ് അറബി വാക്കാണ്. അതുപോലെ തന്നെ താരിഫ്, റദ്ദ് ഇതൊക്കെ അറബി വാക്കുകളാണ്. വസൂല്, ഈശ, ഈശ എന്ന് പറയുന്ന വാക്ക് അറബി വാക്കാണ്. ബദല്, തബല, ദുനിയാവ്, കബൂല്, മുൻഷി, ഖജാൻജി, ഇംഗില, പിന്നാണ്, ഹാനിയായി എന്ന് പറയില്ലേ, കഴിഞ്ഞു എം ടി, അതിന് ഹാനി, തർജുമ, സാഹിത്യം, ഇതൊക്കെ അറബി വാക്കുകളാണ്.